ഇസ്രയേലിനൊപ്പം പല രാജ്യങ്ങളും ഒത്തൊരുമിച്ച് ചേരുമ്പോൾ ഇറാനുള്ളിൽ തന്നെ ഒരു പടയൊരുക്കം ഖമനേയിക്കെതിരെ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മുൻ ഇറാൻ രാജാവിൻ്റെ മകൻ തന്നെ ഖമനേയിയെ തള്ളിപ്പറയുന്നു. അവിടുത്തെ ഭരണാധികാരി ഉടൻ തന്നെ സ്ഥാനഭ്രഷ്ടനാകും. ഈ യുദ്ധാനന്തരം ഇറാന് നല്ലൊരു കാലമുണ്ടാകുമെന്നാണ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഭരിച്ചിരുന്ന മുൻ ഇറാൻ രാജാവിൻ്റെ മകനായ റൈസ ഷാ പഹ്ലവിയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമനേയിക്കെതിരെ ശക്തമായി തന്നെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് 1979 വരെ ഇറാൻ ഭരിച്ചിരുന്നത് റൈസ ഷാ പഹ്ലവിയുടെ കുടുംബമായിരുന്നു. ഇറാൻ്റെ ഏറ്റവും മനോഹരമായ കാലഘട്ടം അന്ന് വരെയായിരുന്നു. ഇറാനിലെ സർക്കാരിനെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നെന്നും ഈ യുദ്ധം ഇറാനിലെ ജനങ്ങളുടേതല്ല, മറിച്ച് ഖമനേയിയുടേതാണ്. യുദ്ധാനന്തരം സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന എന്തും സംഭവിക്കാം. 40 വർഷത്തിലധികമായി താൻ ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇറാനിലെ ജനാധിപത്യത്തിന് വേണ്ടിയാണ്. ഇതോടുകൂടി മുസ്ലിം ആധിപത്യം, മതകാര്യ ആധിപത്യം, ഇതിനൊക്കെ തന്നെ അന്ത്യം കുറിക്കുമെന്നാണ് BBC-യോട് റൈസ ഷാ പഹ്ലവി പറഞ്ഞിരിക്കുന്നത്. ഖമനേയിയുടെ അന്ത്യത്തിന് പിന്നാലെ തന്നെ ഇറാന് നല്ല കാലമുണ്ടാകുമെന്നാണ് അദ്ദേഹം ആശിക്കുന്നത്. ഇറാനിലെ സർക്കാരിനെ മാറ്റാൻ ലോകത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം എക്സിൽ വീഡിയോ സന്ദേശം അടക്കം പങ്കുവച്ചിട്ടുണ്ട്. ഇറാനിലെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നതല്ല ഇസ്രയേൽ നടത്തുന്ന ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. അത് വിമോചനമാണ്. സർക്കാരിനെതിരായ ഭീഷണി നിർവീര്യമാക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഇസ്രയേലി ആക്രമണത്തിലൂടെ തന്നെ ഇറാൻ്റെ നിലവിലെ ഭരണകൂടം ഇനി ദുർബലമായി മാറിയാൽ വലിയ മാറ്റങ്ങൾക്കുള്ള വാതിലുകൾ ഇറാനിൽ തുറക്കുമെന്നാണ് താൻ കരുതുന്നത്. അതിലൂടെ തന്നെ ഇറാന് പുതിയൊരു രാഷ്ട്രമായി നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാനായി ഇനി വരുംകാലത്ത് സാധിക്കുമെന്നാണ് അദ്ദേഹം പ്രത്യാശിക്കുന്നത്. മറുഭാഗത്താകട്ടെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും മറ്റിന്ത്യക്കാരോടക്കം നഗരം വിട്ടുപോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇറാനുള്ളിൽ ശക്തമായ ഒരു ആഭ്യന്തര കലാപം ഒരുപക്ഷെ രൂപപ്പെട്ടേക്കാം. ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു യുദ്ധം അത് ഒരു ഭാഗത്തു നിന്നും നടക്കുന്നു. മറ്റ് രാഷ്ട്രങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും ഇസ്രയേലിലും ഇറാനിലുമുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് വലിയ തോതിൽ ചർച്ചയാകുന്നത്. ഇറാനിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും സ്ഥിതിഗതികളൊക്കെ സംബന്ധിച്ച് നിരന്തരം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യക്കാർ നഗരം വിട്ടു പോകാൻ നിർദ്ദേശിച്ചു. സ്വന്തം വാഹനത്തിൽ പോകാൻ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് ടെഹ്റാൻ വിടുക. ചില ഇന്ത്യക്കാർക്ക് അർമേനിയ അതിർത്തി വഴി ഇറാനിൽ നിന്നും പുറത്തു പോകാനുള്ള സഹായം കിട്ടിയിട്ടുണ്ട്. കഴിയും വിധത്തിലുള്ള എല്ലാ സഹായവും നൽകുക എന്ന രീതിയിൽ എംബസി സമൂഹവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്ഥിതി ഇപ്പോഴും അസ്ഥിരവും ദുർബലവുമായിക്കൊണ്ടിരിക്കുന്നു. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഉപദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. ഇസ്രയേലിലെയും ഇറാനിലെയും സ്ഥിതിഗതികൾ അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ വിപുലമായ നടപടികളാണ് ഒരു ഭാഗത്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ജോർദൻ സൈന്യമാകട്ടെ ഒരു മിസൈലുകളെ പോലും തങ്ങളുടെ വ്യോമാതിർത്തി കടക്കാനായി സമ്മതിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാന്റെ വ്യോമാക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ ആകാശപരിധിയിൽ വെച്ച് തന്നെ അവർ വെടിവെച്ചിരുന്നു. എന്നാൽ ഇസ്രയേൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുന്ന മിസൈലുകളെ ഒന്നും തന്നെ തൊടുന്നത് പോലുമില്ല. ജോർദനിലെ രാജാവ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി തന്നെയാണ് കരുതപ്പെടുന്നത്. ആ രാജ്യമാണ് ഇപ്പോൾ ഇറാനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ മുൻപും ഡ്രോണുകൾ അയച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ കൃത്യസമയത്ത് ഇടപെട്ട് തടസ്സപ്പെടുത്തിയിരുന്നു. ഡ്രോണുകൾ ഇസ്രയേലിലെത്തി നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നതിന് മുൻപ് തന്നെ അതിനെ വെടിവെച്ച് വീഴ്ത്താൻ ഇസ്രയേലി ജോർദാൻ സൈന്യങ്ങൾ ഒന്നിച്ചൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച നിരവധി ഡ്രോണുകളും മിസൈലുകളും തങ്ങളുടെ സൈന്യം തന്നെ തകർത്തെറിഞ്ഞുവെന്ന് ജോർദന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പലതവണ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇസ്രയേലിനെ ആക്രമിക്കാനായി ഇറാൻ വിക്ഷേപിച്ച പല ആയുധങ്ങളും അങ്ങനെ ആകാശത്ത് വെച്ച് തന്നെ ജോർദൻ നശിപ്പിച്ചു. അതുകൂടാതെ യുദ്ധ സാഹചര്യം കാരണം ജോർദൻ തങ്ങളുടെ വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചിട്ടു. പിന്നീട് കുറച്ചു നേരത്തിന് ശേഷം അത് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇസ്രയേലിന് വേണ്ടി തങ്ങളുടെ വ്യോമാതിർത്തി ഒരു യുദ്ധക്കളമാക്കാൻ അനുവദിക്കില്ലെന്നും തങ്ങളുടെ ആകാശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം അനുവദിക്കുന്നതല്ല എന്നും ജോർദൻ തറപ്പിച്ചു പറയുകയാണ്. അത് ഇറാനുള്ളൊരു താക്കീതാണ്. 2 മാസം മുൻപും സമാനമായ സാഹചര്യം ഉടലെടുത്തപ്പോൾ ഇസ്രയേലിന്റെ സഹായത്തിന് ജോർദനായിരുന്നു മുന്നിട്ട് നിന്നത്. ജോർദനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്.
സിറിയയ്ക്ക് മുകളിലൂടെ വന്ന ഇറാന്റെ മിസൈലുകൾ തങ്ങൾ തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം അന്നേ പറഞ്ഞിരുന്നു. ജോർദന്റെ മുകളിലൂടെ വന്നത് ജോർദൻ സൈന്യം തന്നെ വെടിവെച്ചിട്ടു. അത് അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ പറഞ്ഞു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ജോർദൻ ഇതിനു മുൻപും യുദ്ധ സാഹചര്യങ്ങൾ ഉടലെടുത്തപ്പോൾ ഇസ്രായേലിനൊപ്പം ചേരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുവാൻ സാധിച്ചത്. ഏറ്റവും അടുത്ത ബന്ധമാണ് ജോർദന് ഇസ്രായേൽ മേഖലയുമായിട്ട് പുലർത്തുന്നത്. അവരുടെ രാജാവ് അബ്ദുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമിയായി തന്നെയാണ് ലോകത്താകമാനം എല്ലാവരും വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ സംഘർഷത്തിൽ പ്രധാന പങ്കാളികൾക്കിടയിൽ തന്നെയാണ് ജോർദൻ സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്ത് ഇസ്രായേൽ, മറുവശത്ത് വെസ്റ്റ് ബാങ്ക്, അപ്പുറത്താകട്ടെ ഇറാഖും. ഇറാന്റെ അയൽക്കാരൻ കൂടിയാണ് ഇറാഖ്. അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ജോർദന്റെ വ്യോമതിർത്തി കടന്ന് മാത്രമേ ഇറാന് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. ജോർദൻ അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷി കൂടി ആയതുകൊണ്ട് 1994 ഇസ്രായേലുമായി ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അങ്ങനെ ചെയ്യുന്ന രണ്ടാമത്തെ അറബ് രാഷ്ട്രമായി ജോർദൻ മാറി. കരാറിന് ശേഷം ഇരു രാജ്യങ്ങളും വളരെ അടുത്ത സുരക്ഷാ ബന്ധങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിവരങ്ങൾ അടക്കം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട്. ജോർദൻ അമേരിക്കയുടെ ഒരു സുപ്രധാന സഖ്യകക്ഷിയായി മാറിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന അപൂർവം ചില മുസ്ലിം ഭരണാധികാരികളിൽ ഒരാൾ, മുസ്ലിം രാഷ്ട്രങ്ങളിലൊന്നു തന്നെയാണ് ജോർദനും ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനും. കഴിഞ്ഞ വർഷം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ സഹായിച്ചുവെന്ന് പരസ്യമായി തന്നെ ജോർദൻ തുറന്നു പറഞ്ഞിരുന്നു. 2024 ഒക്ടോബറിൽ ഇറാൻ ഇസ്രായേലിന് നേർക്ക് ഏകദേശം 180ഓളം മിസൈൽ വർഷം നടത്തിയത് നമുക്ക് ഏവർക്കും അറിയാം. അതിൽ നല്ലൊരു പങ്ക് മിസൈലുകളെയും ജോർദൻ തന്നെ അവരുടെ വ്യോമാതിർത്തിയിൽ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജോർദനിൽ നിന്നും വിമർശനങ്ങൾ നേരിട്ട് കേട്ടിട്ട് പോലും സർക്കാർ തലത്തിൽ തീരുമാനം ഉറച്ചു കൈക്കൊള്ളുകയും ഇസ്രായേലിനുള്ള പിന്തുണ അത് അന്നും ഇന്നും ഒരുപോലെ തന്നെ നൽകുകയും ചെയ്യുന്നു ജോർദൻ. തന്റെ പിതാവായ ഹുസൈൻ രാജാവിന്റെ മരണശേഷം 1999 മുതൽ 25 വർഷക്കാലത്തിലധികമായി അബ്ദുള്ള രണ്ടാമൻ രാജാവ് ജോർദൻ ഭരിക്കുകയാണ്. ഹഷെമൈറ്റ് രാജകുടുംബത്തിൽപ്പെട്ട അദ്ദേഹം മുഹമ്മദ് നബിയുടെ 43ാം തലമുറയിൽ നിന്നുള്ള നേരിട്ടുള്ള പിൻഗാമിയാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുമായിട്ടുള്ള ഈ ബന്ധം മുസ്ലിം ലോകത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പദവി അടക്കം നൽകുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം പലരും ഇന്നും കൽപ്പിക്കുന്നുണ്ട്, അറബ് രാഷ്ട്രങ്ങളിലടക്കം. UK-യിലും US-ലും പഠിച്ച ജോർദനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് ആധുനിക ജീവിത ശൈലിയാണ് വെച്ചു പുലർത്തുന്നത്. അദ്ദേഹം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു ജീവിത രീതി മുന്നോട്ട് നയിക്കുന്നു. 1980 ഇംഗ്ലണ്ടിലെ റോയൽ മിലിറ്ററി അക്കാദമി സാൻഹെഡ്സിൽ നിന്നും ബിരുദം നേടി. ബ്രിട്ടീഷ് ജോർദാനിയൻ സൈന്യങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 1993 ജോർദന്റെ പ്രത്യേക സേനയുടെ ഡെപ്യൂട്ടി കമാൻഡറായി. ജോർദനെ ആധുനിക ചിന്തയിലേക്കും വികസനത്തിലേക്കും നയിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. ഒരാധുനിക ജീവിത രീതി പിന്തുടരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഒരിക്കൽ പോലും ബുർഖ ധരിക്കുന്നതായി പൊതുമധ്യത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല. ഇനി അതിനപ്പുറം 1993 കുവൈറ്റിൽ അദ്ദേഹം താമസിച്ചിരുന്ന സമയത്ത് പലസ്തീൻ വനിതയായ റാനിയ അൽ യാസീനെയാണ് വിവാഹം കഴിച്ചതുപോലും. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി അദ്ദേഹത്തിന് മറ്റൊരു ബന്ധം കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതേസമയം ഇപ്പുറത്ത് സിറിയ മറ്റൊരു രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബാഷർ അൽ അസദിന്റെ ഭരണകാലയളവിൽ ഇസ്രായേലിന് പ്രതികൂലമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ആയുധങ്ങൾ എത്തിച്ചത് സിറിയയിലൂടെ ആയിരുന്നെങ്കിൽ, എന്നാൽ ഇപ്പോൾ അസദ് സൈന്യത്തെ അടിച്ചോടിക്കുകയും വിമതർ ഭരണം പിടിക്കുകയും ചെയ്തതോടെ അവിടെ ജുലാനിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സർക്കാർ തന്നെയാണ് ഉദയം കൊണ്ടിരിക്കുന്നത്. അസദ് ഷിയ വിഭാഗക്കാരനും പുതിയ പ്രസിഡന്റായിട്ടുള്ള അഹമ്മദ് അൽ ഷാ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൂടിയാണ്. അതുതന്നെയാണ് ഇവിടുത്തെ വൈരുദ്ധ്യവും. ഈ അടുത്തായി സൗദിയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റുമായി അദ്ദേഹം ചർച്ച നടത്തിയതും ജുലാനി നേരിട്ട് കണ്ടതും ഒക്കെ തന്നെ വലിയ വാർത്തയായി മാറിയിരുന്നു. സിറിയക്കെതിരായിട്ടുള്ള ഉപരോധം അമേരിക്കയും യൂറോപ്പും പിൻവലിച്ചിരുന്നു. സിറിയയുടെയും ഇസ്രായേലിൻ്റെയും അതിർത്തി മേഖലയായിട്ടുള്ള ഗോലാൻ കുന്നുകളിൽ ഇപ്പോൾ സംഘർഷ സാധ്യതയില്ല. അവിടെയുള്ള ഇസ്രായേലുകാർക്ക് വേണ്ട സഹായം സിറിയയിലെ പുതിയ ഭരണകൂടം തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല.